നല്ല പർദ്ദയിട്ട താടിയുള്ള ഭർത്താവും പർദ്ദയിട്ട ഭാര്യയുമൊക്കെ കൗൺസിലിംഗ് സെന്ററുകൾ തേടി വരുമ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാകും. 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട് അയാൾ, എല്ലാ സുന്നത്തും എടുക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. ഈ അടുത്ത് എന്നെ തേടിയിട്ട് ഒരു കുടുംബം വരിക എന്നെ തേടിയിട്ട് 66 വയസ്സുള്ള ഒരു ബാപ്പ, 59 വയസ്സുള്ള ഒരു ഉമ്മ, ഒരു മകനും 3 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം. ഉമ്മ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാ, ഇയാളെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ കല്യാണം വീട്ടിൽ ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയും. അയാളെ മുമ്പിൽ ഇരുത്തിയിട്ട് ഉമ്മ പറയാ. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ആ ഉമ്മ പറയുന്നോട്, സാറേ ജീവിക്കാൻ ഇയാൾക്ക് അറിയില്ല. ഞാൻ ചോദിച്ചു എന്താ ജീവിക്കാൻ അറിയാത്തത്? ഞങ്ങളുടെ വീട് മഴ പെയ്താൽ ചോർന്നൊലിക്കാണ്, ഒരു സൗകര്യം വീട്ടിലില്ല. എൻ്റെ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ച് സൗകര്യമുള്ള വീടുകളിൽ അവർ താമസിക്കാണ്. അവരുടെ ഒന്നും മക്കൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല, ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, വൃത്തിയുള്ള നിലമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതൊക്കെ ഇപ്പൊ എന്താ ഇങ്ങനെ? അപ്പൊ ഉമ്മ പറയാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാറേ, ഈ ബാപ്പാന്റെ കയ്യിൽ സമ്പത്തുണ്ട്, നിരവധി സ്ഥലങ്ങൾ അയാൾക്കുണ്ട്. 70 സെന്റ് സ്ഥലം റോഡ് സൈഡിലുണ്ട്, 10 സെന്റ് സ്ഥലം അവിടെയുണ്ട്, 20 സെന്റ് സ്ഥലം ഇവിടെ ഉണ്ട്. എന്നിട്ടോ ഞാൻ സംസാരിച്ച് നോക്കിയപ്പം ആ അമ്മ പറയാണ്, 15 ലക്ഷം രൂപ കടമുണ്ട് ആ മനുഷ്യന്, 15 ലക്ഷം രൂപ കടം. ഈ സ്ഥലങ്ങൾ മുഴുവൻ വെച്ച് ഒന്നും വിൽക്കാതെ എല്ലാം കെട്ടിപ്പിടിച്ച് ഈ സമ്പത്തിന്റെ അധിപനാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ മറന്നുപോയൊരു മനുഷ്യൻ. ആലോചിച്ച് നോക്ക്. അമ്മ പറയാ, സൗകര്യത്തിലൊന്ന് ജീവിക്കാൻ എനിക്കുണ്ട് കൊതി. അയാളെ മകന് പെണ്ണ് നോക്കുന്നുണ്ട്, പെണ്ണ് തേടിയിട്ട് ആൾക്കാരൊക്കെ വരും. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, പള്ളിയിൽ പോയിട്ട് എല്ലാ ജമാഅത്തിനും പങ്കെടുക്കുന്ന മനുഷ്യൻ, എല്ലാ സുന്നത്തുകൾ എടുക്കുന്ന മനുഷ്യൻ. പക്ഷെ ജീവിക്കാൻ മറന്നുപോയ അയാൾ. ആ സമ്പത്ത് ഉണ്ടാക്കലാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇവിടെയാണ് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിലേക്ക് നടന്നെടുക്കാൻ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുറഞ്ഞ സമയം ഉപയോഗിക്കാൻ. ഒന്നാമത്തത് എന്താ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം അവൻ ക്ഷമയുള്ളവനാണ് എന്നതാണ്. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന് ഏറ്റവും പ്രധാനം ക്ഷമ തന്നെയാണ്. എത്രത്തോളം ഒരു മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുമോ അത്രത്തോളം ക്ഷമിക്കുന്നവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം അങ്ങനെയുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഭക്ഷണപാത്രവുമായി കടന്നു ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാം. വേറൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആയിഷയുടെ ഊഴമെത്തിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വരിക. പട്ടിണിയാണ്, ഒരു കാരക്ക ചീന്ത് പോലും എടുക്കാനില്ലാത്ത അത്ര ദാരിദ്ര്യം. ആ ദാരിദ്ര്യമുള്ള വീട്ടിലേക്ക് ആയിഷന്റെ അടുത്തേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എങ്ങട്ടാ? ഞാൻ ആയിഷന്റെ അടുത്തേക്ക്. അവൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളെ കയ്യില്? എന്റെ കയ്യിലൊന്നുമില്ല. ആ ഭാര്യ തനിക്ക് കിട്ടിയ അല്പം ഭക്ഷണം ഒരു പാത്രത്തിൽ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷന്റെ അടുത്തേക്കല്ലേ, ഇത് കൊണ്ടുപോയിക്കോ, ആയിഷക്ക് കൊടുത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വരുമ്പോ കയ്യിലുള്ള ഭക്ഷണപാത്രം കണ്ട് ചോദിക്കുന്നു ആയിഷ ബീവി, എന്താ നിങ്ങളുടെ ഈ കയ്യില്? നബി പറയുന്നു, സത്യം പറയുന്നു, ഇതാ എന്നെ ഭാര്യ നിനക്ക് തന്നതാണ് ഈ ഭക്ഷണം. പെണ്ണല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ തട്ടുകൊടുത്തു. ആ പാത്രം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി കരണം മറിഞ്ഞ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ നിലത്ത് വീണിട്ട് ആ പാത്രം ഒച്ചയോടുകൂടി നിലത്ത് വീഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷനെ അടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, മിണ്ടിയില്ല, ഒരക്ഷരം ഉരിയാടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൊണ്ട് ആ ചിന്നിച്ചിതറി വീണ ഭക്ഷണ പദാർത്ഥം എടുത്ത് പാത്രത്തിലേക്ക് ഇങ്ങനെ പെറുക്കി വെച്ചപ്പോ നബിയുടെ ഭാര്യ വന്ന് നബീന്റെ അടുത്ത് പറഞ്ഞത്ര, നബിയെ നിങ്ങളൊന്ന് ചീത്ത പറയുന്നേ, എന്നെ ഒന്ന് ചീത്ത പറ, എന്നെ ഒന്ന് അടുക്കി, എന്തെങ്കിലും ഒന്ന് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര ക്ഷമയുള്ളൊരു മനുഷ്യനായിരുന്നുവെന്ന് ഈ സംഭവം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇത്ര ക്ഷമയുള്ളതായിരുന്നു എന്ന് ഈ സംഭവം വ്യക്തമാക്കുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന നമ്മുടെ ഭാര്യയോട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് അല്പം ബോധത്തോടുകൂടി ഒരു ഉറക്കത്തിന്റെ ക്ഷീണത്തിലല്ലാതെ നിങ്ങൾ അവളോട് ചോദിച്ചു നോക്ക്, എൻ്റെ ഏത് സ്വഭാവമാണ് നിനക്ക് പിടിക്കാത്തതെന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ പുരുഷന്റെയും മുഖത്ത് നോക്കി ഭാര്യ പറയും, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കട്ടോ, പറയും. അപ്പൊ നമ്മളെ വ്യക്തിത്വത്തിലേക്ക് എന്തേ ഈ ഇസ്ലാമിന്റെ വ്യക്തിത്വത്തെ സന്നിവേശിപ്പിക്കാൻ നമ്മൾ മറന്നുപോയത്? എവിടെയോ ഒരു തെറ്റുപറ്റിയല്ലോ. എവിടെയാ നമുക്ക് ഈ ക്ഷമയുടെ പാഠങ്ങൾ കൈക്കൊള്ളാൻ നമ്മളൊക്കെ മറന്നുപോയത്? ഏത് കുടുംബത്തോക്ക് നിങ്ങൾ
അവിടെ പ്രശ്നം എന്താ? ക്ഷമയില്ലായ്മ ഒരു പ്രശ്നമാണ്. ഈ കുടുംബ സംഗമത്തിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ എന്ന രണ്ടക്ഷരം ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു പോയി നമ്മുടെയൊക്കെ. അവിടെയാണ് കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടായത്. ഇനിയോ ഉമ്മമാരെ കുറിച്ച് മക്കൾക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത് മക്കൾക്ക്? ചോദിച്ചു നോക്ക് നിങ്ങൾ. അന്യ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ പോലും ഒളിച്ചോടപ്പെടുന്ന മക്കളുടെ കഥകൾ എത്രയാ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നിങ്ങളോട് പങ്കുവെച്ചത്. കാണാൻ ഭംഗിയുണ്ട്, ബാപ്പയുണ്ടാക്കിയ മണിമാളിക കണക്കെയുള്ള വീടുണ്ട്, നല്ല സൗകര്യമുണ്ട്, എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു സൗകര്യവുമില്ലാത്ത ഒരു മുസ്ലിം അല്ലാത്ത ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടാൻ തീരുമാനമെടുത്ത് ഇറങ്ങുമ്പോൾ എന്തോ ഒരു കാരണമുണ്ടല്ലോ ആ തീരുമാനത്തിന് പുറകിൽ. അവൾക്ക് പറയാനുണ്ട് ഉമ്മയുടെ ക്ഷമയില്ലായ്മയുടെ കഥ. എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കാണ്, പൊട്ടിത്തെറിക്കാണ്, ആക്രോശങ്ങളാണ്, ഒച്ചയും വിളിയാണ്, പ്രശ്നങ്ങളാണ്. നമ്മുടെയൊക്കെ വീട് ഇങ്ങനെയായി മാറിയിട്ട് കാലങ്ങളായി. ഞാൻ പറയുന്നത് മറ്റ് സമുദായത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ അല്ല, ഇസ്ലാഹി ബോധമുള്ള നമ്മുടെയൊക്കെ വീടിനെ കുറിച്ചാ. എന്തൊരു ബഹളാ കൂട്ടരെ നമ്മുടെയൊക്കെ വീട്ടിൽ. ഭർത്താവ് കയറി വന്ന ഒച്ചയിടുന്നു ഭാര്യയോട്, ഭാര്യ മക്കളോട് ഒച്ചയിടുന്നു, ആക്രോശങ്ങളും ഒച്ചയിടലൊക്കെയാണ്. എന്നിട്ട് ആ വാർത്താന നാട് മുഴുവൻ കേൾക്കണം. ഇതാണോ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ മാറ്റപ്പെടേണ്ടത്. അങ്ങ് തെക്കുന്ന് ഒരു മാഷ് മലബാറിലേക്ക് മാറ്റം കിട്ടി, മലപ്പുറം ജില്ലയിലേക്ക് മാറ്റം കിട്ടി. ആ മാഷിക്ക് അയാൾ ഭാര്യനി മക്കളെയൊക്കെ കൂട്ടിയിട്ട് തെക്കുന്ന് മുസ്ലിം അല്ലാത്തൊരു മാഷ് മലപ്പുറം ജില്ലയിൽ വന്നൊരു വീട് വാടകക്കെടുത്ത് താമസിക്കുക. വാടക വീടിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിന്റെ വീടാ. ആ മുസ്ലിം വീടിന്റെ അടുത്ത് വാടകയ്ക്ക് ഒരു വീടെടുത്ത് മുസ്ലിം അല്ലാത്ത തെക്കുന്ന് വന്നൊരു മനുഷ്യൻ, ഒരു അധ്യാപകൻ തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് താമസിക്കാം. 2 ആഴ്ചയായി അയാൾ വന്ന് ജോലിക്ക് പോകാൻ തുടങ്ങി. 2 ആഴ്ചയായിട്ട് അയൽപ്പക്കത്ത് ആ വീട്ടിൽ ഒരു മാഷ് വന്നിട്ടുണ്ട്. ഇപ്പുറത്തുള്ള മുസ്ലിം വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ട്. ആ മുസ്ലിം വീട്ടിലുള്ള പെണ്ണ് എന്നും വിചാരിക്കും, ഇത്ര അടുത്ത് അയൽവാസിയായിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയില്ലല്ലോ, മോശമായിപ്പോയി, ഇതുവരെ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല, 2 ആഴ്ചയായി. ഒരു ദിവസം ആ പെണ്ണിങ്ങനെ വിചാരിച്ചു, വേഗം പണിയൊക്കെ തീർത്ത് ഉച്ചക്കൊന്ന് അവളുടെ വീട്ടിൽ പോയി നോക്കണം, ആരൊക്കെ ഉണ്ടാ വീട്ടിൽ, എന്തൊക്കെയാ വീട്ടിലെ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയണം. ആ പെണ്ണ് വേഗം പണിയൊക്കെ ഒതുക്കി ഉച്ചക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുക്കള വാതിലിന് ചെന്നിട്ട് മുട്ടി. അകത്ത് മാഷ ഭാര്യ മാത്രം. മാഷ മക്കളൊക്കെ സ്കൂളിൽ പോയിന്, മാഷും സ്കൂളിൽ പോയിന്, മാഷ ഭാര്യ മാത്രം അകത്ത്. നല്ല വീട് വൃത്തിയാക്കി വെടിപ്പാക്കി വെച്ചിരുന്ന വീട്. എന്നിട്ടോ ആ വീട്ടിനകത്തേക്ക് വാതിൽ മുട്ടിയിട്ട് തുറന്ന് കയറി അകത്തിരുത്തിയിട്ട് ആ പെണ്ണിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാ നിങ്ങളെ വർത്താനം, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്താണ്. ഭാര്യ പറയാണ്, ഇയാൾ മാഷാണ്, ഇന്ന സ്കൂളിലായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് മാറ്റം കിട്ടി, ഞങ്ങൾക്ക് ഇത്ര മക്കളുണ്ട്, മൂത്ത മോന്റെ പേരിതാണ്. എല്ലാം ഈ മുസ്ലിം പെണ്ണിന് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവര് പരിചയപ്പെടുക, അയൽവാസി പരിചയപ്പെടുക, ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക. 2 ആഴ്ചയായിട്ട് അവിടെ വന്ന് താമസമാക്കിയ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞൊക്കെ നിർത്തിയപ്പോ ഈ മുസ്ലിം പെണ്ണ് ആ മാഷ ഭാര്യയോട് ചോദിച്ചു, അല്ല ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാല്ലേ? ഞങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ടേ? ഞാൻ അങ്ങോട്ട് പോ നിങ്ങളോടൊക്കെ ചോദിച്ചല്ലോ, നിങ്ങളെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചല്ലോ, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയണ്ടേ? അപ്പൊ ഈ മാഷ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. അപ്പൊ ചോദിക്കും, അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ മുമ്പ് നമ്മൾ പരിചയമില്ലല്ലോ. ഇല്ല, പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളെ പേര് സൈനബ എന്നല്ലേ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ആണ്. നിങ്ങളെ ഭർത്താവിന്റെ പേര് അബ്ദുള്ള എന്നല്ലേ? ആണ്. മോന്റെ പേര് ഇതല്ലേ? ആണ്. 2ാമത്തെ കുട്ടി 3ാമത്തെ കുട്ടി ഇതല്ലേ? ആണ്. നിങ്ങളെ വാപ്പാന്റെ പേര് വീരൻ എന്നല്ലേ? ആണ്. ഇതെങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാം? ഏതോ തെക്കുന്ന് വന്ന് താമസിച്ച, 2 ആഴ്ച മുമ്പേ വന്ന് താമസിച്ച അയൽവാസിക്ക് ഈ മുസ്ലിം വീടുകളിലുള്ള എല്ലാവരുടെ പേരും അറിയാം, ബാപ്പാന്റെ പേര് വരെ. എങ്ങനെ അറിയാമെന്നറിയോ? കെട്ടിയോൻ വരും, വൈകുന്നേരം വീട്ടിലേക്ക് വരും, അയാൾ ബെല്ലടിക്കുമ്പോൾ തന്നെ ചീഞ്ഞാ ബെല്ലടിക്കുക. വാതിലിറക്കുന്ന ഭാര്യനോട് 4 ചാട്ട, എന്താണ് തുറക്കാത്ര നേരം വയ്ക്കുക, ബോളവക അങ്ങോട്ട് 2 ചാട്ടം, എനിക്കവിടെ പണിയില്ലേ വേറെ. പിന്നെ കുറെ മക്കളെ വക. ആ വർത്താനം ഇങ്ങനെ പോയിട്ട് അവസാനം ഓരോരോ വർത്താനത്തെ കെട്ടാണ്. അയാളിങ്ങനെ നീട്ടി വിളിക്കുക, എടീ ശൈത്താനെ സൈനബാ. അപ്പുറത്തെ വീട്ടിൽ കേൾക്ക. അപ്പൊ മനസ്സിലായി ഭാര്യയുടെ പേര് സൈനബയെന്ന്. പിന്നെ അങ്ങോട്ടും കൂടുതൽ വർത്താനം ഞാൻ പറയണോ?
ഈ ഭർത്താവ് ചോദിക്കുന്ന ചോദ്യ, അന്റെ വാപ്പ ബീരാൻ കൊണ്ടുവച്ചിണോ ഇവിടെ? അപ്പൊ മാഷ ഭാര്യക്ക് മനസ്സിലായി ഓളെ വാപ്പാന്റെ പേര് ബീരാനാണ്. ഇല്ലേ? അപ്പൊ അവൾ അവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ നിങ്ങളെ വാപ്പ ഔക്കറുള്ള കൊണ്ടുവച്ചേ. അപ്പൊ അവൾക്ക് മനസ്സിലായി ചെക്കന്റെ ഔക്കർ. സെൻസസിന്റെ കാലമാണല്ലോ ഇപ്പൊ നിങ്ങളില്. അല്ല ചർച്ച എടുക്കണേ, സെൻസസ് എടുക്കുന്ന ആൾക്കാർക്ക് മുസ്ലിം വീടിന്റെ ഗേറ്റിങ്ങിൽ ഒന്ന് നിന്നാൽ മതി, എല്ലാ വിവരം കിട്ടുന്ന ഞാൻ പറയണത്. ഒരു NPR നടപ്പിലാക്കാൻ ഒരു വീട്ടുകാരും കയറണ്ട. അത്ര ഒച്ചയാ കൂട്ടരെ നമ്മുടെയൊക്കെ വീട്ടില്. എന്തൊരാക്രോശങ്ങളാ! ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ ക്ഷമയുടെ പാഠങ്ങൾ എവിടെയാ നാം മറന്നുപോയത്? നോക്ക് നിങ്ങൾ, ആ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിലേക്ക് നാം മാറേണ്ടതുണ്ട് എന്ന ഒന്നാമത്തെ പാഠമാണ് ഇസ്ലാമികമായ ഒരു വ്യക്തിത്വം ചർച്ച ചെയ്യുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഓർത്തെടുക്കേണ്ടത്. അത്ര ക്ഷമ കൈക്കൊള്ളുന്ന ഒരു മനുഷ്യനെയാണ് മുസ്ലിം എന്ന് പറയുക. ഏത് പ്രശ്നം വന്നാലും ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നവനാണ് മുസ്ലിം. എന്തൊക്കെ പ്രശ്നം വന്നാലും പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കി, അതിന്റെ തൊട്ട് മുന്നേ മുത്തലാഖ് ബില്ല് നടപ്പിലാക്കി, ബാബരി മസ്ജിദിന്റെ വിധി അന്യായമായി വന്നു. ഇതൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചിട്ടും ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തെ തെരുവിലേക്ക് ഇറക്കി പട്ടിയെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലാമെന്ന് കരുതിയിരുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് പിഴച്ചുപോയത് മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന് ക്ഷമയുള്ളത് കൊണ്ടാണ്. അത്ര ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്തു. പൗരത്വ ബില്ല് നടപ്പിലാക്കിയിട്ട് ഒരു വിഭാഗം ജനങ്ങളെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് അയക്കാൻ പോകുന്നു എന്ന വാർത്തകൾ ഭീതിയോടുകൂടി കേട്ടിട്ട് പോലും തെരുവുകളിൽ മുഴുവൻ ഒരക്രമവും നടത്താതെ ക്ഷമയോടുകൂടി പ്രതിഷേധ പ്രകടനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിൽ, ഇസ്ലാമിന്റെ ഡിക്ഷണറിയിൽ ക്ഷമ എന്നൊരു വാക്കുള്ളത് കൊണ്ടാണെന്ന് ഓർമ്മ വേണം. ഈ ക്ഷമയുടെ പാഠങ്ങൾ വീടിനകത്ത് നിന്ന് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണം. ഇനിയോ പരത്തി പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് ചുരുക്കുന്നു ഞാൻ. രണ്ടാമതെന്താ? അനുസരണ. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നാണ് അനുസരണ. മുസ്ലിം എന്ന വാക്കിന് അർത്ഥം തന്നെ കീഴൊതുങ്ങിയവൻ, അനുസരിക്കുന്നവൻ. റബ്ബ് സുബ്ഹാനഹു തആലയുടെ മുഴുവൻ വിധിവിലക്കുകളെയും അനുസരിക്കുന്നവൻ മുസ്ലിം. അപ്പൊ മുസ്ലിമിന്റെ വ്യക്തിത്വത്തിൽ എന്താ വേണ്ടത്? അനുസരണ എന്ന ഒരു കാര്യം കൃത്യമായിട്ട് വേണം. ഇനി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എടുത്തു നോക്ക്, ഞാനും നിങ്ങളും ഒക്കെ എടുത്തു നോക്ക്. ആർക്കാ അവിടെ അനുസരണ ഉള്ളത്? ആർക്കാ? ഇസ്ലാഹി പ്രബോധന പ്രസ്ഥാനങ്ങൾ പോലും 8 or 10 ആയി പൊട്ടിപ്പിളരുന്ന ദയനീയമായ കാഴ്ചകൾ, ഇനിയും പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്ക് പോകുന്ന ദയനീയമായ കാഴ്ചകൾ. എന്താ പ്രശ്നമുള്ളത്? എവിടെയാ പ്രശ്നമുള്ളത്? എന്താ ഉള്ളത്? നിങ്ങൾ ചിന്തിച്ചോ. അനുസരണയൊരു പ്രശ്നമാണ്. ആദർശം ഒരു പ്രശ്നമാണെങ്കിൽ അനുസരണയൊരു പ്രശ്നമാണ്. ഒരു നേതാവിനെ അനുസരിക്കണമേ എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കണം എന്ന് പഠിപ്പിച്ചത് അവരാണ്, ഇല്ലേ? ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് എടുത്തു നോക്ക് നിങ്ങൾ. അനുസരണയില്ലാത്ത ഒരു വിഭാഗം, അനുസരണയില്ലാത്ത ഒരു ഗ്രൂപ്പ്, അനുസരണയില്ലാത്ത ഒരു കൂട്ടം വഴിതെറ്റിപ്പോവാനും ചിന്ന ഭിന്നമായി പോകാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് നിങ്ങളൊന്ന് വന്നു നോക്ക്. ക്ഷമ കഴിഞ്ഞാൽ പിന്നെ അനുസരണയുടെ പാടാണ്, അല്ലെ? മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവരിക എൻ്റെ അടുത്തേക്ക്. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ, 10 or 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവരിക. അവളുടെ ബാപ്പയും ഉമ്മയും ഉണ്ട് കൂടെ, പർദ്ദയിട്ട ഒരു ഉമ്മയും ബാപ്പയും ഒക്കെ കൂടെ. ആ ബാപ്പയും ഉമ്മയും അടുത്തിരുന്ന് ആ കുട്ടിയെ പുറത്തിരുത്തിയിട്ട് എൻ്റെ റൂമിലേക്ക് കയറി വന്ന് എന്നോട് പറയുന്നു, സാറേ മോളാണ്. ഞാൻ ചോദിച്ചു, എന്താ അവൾക്ക് പറ്റിയത്? ഓള് ചെറിയ കുട്ടിയാണല്ലോ. ഉടനെ ബാപ്പ പറയാണ്, ഉമ്മ പറയാണ്, പറഞ്ഞാ കേൾക്കൂല. അനുസരണ എന്ന വാക്കിന് മലപ്പുറം ജില്ലയിൽ പറയുന്ന പേരാതാണല്ലോ, പറഞ്ഞാ കേൾക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവക്ക് എന്താ അങ്ങനെ അനുസരണ ഇല്ലാത്തത്? അറിയില്ല സാറേ, ചെറുപ്പത്തിൽ എങ്ങനെ എന്ത് പറഞ്ഞാലും ഈ പെണ്ണ് കേൾക്കില്ല, അനുസരിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ആ പെൺകുട്ടിയെ അടുത്തിരുത്തിയിട്ട്, ചെറിയൊരു മോള, 10-12 വയസ്സ് പ്രായമുള്ള പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അടുത്തിരിക്കുക. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അവളോട് പറഞ്ഞു, മോളെ നല്ല കുട്ടിയാവണം, അനുസരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, അനുസരിക്കാന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ചോദിച്ചു, പറഞ്ഞാൽ ആരാപ്പം ഇവിടെ അനുസരിക്കല്? കുട്ടിന്റെ ചോദ്യ. ഞാൻ ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറയണേ? ആരാ അനുസരിക്കലെന്ന്? ആ കുട്ടി ഇങ്ങനെ താഴത്തേക്ക് നോക്കി തല ഇങ്ങനെ ചൊറിഞ്ഞു പറയാ.
ഞാൻ കണ്ടിട്ടില്ല അനുസരിക്കണേ. എൻ്റെ വാപ്പ പറയണതൊന്നും എൻ്റെ ഉമ്മ കേൾക്കില്ല, ഉമ്മ പറയണതൊന്നും വാപ്പയും കേൾക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനി നിങ്ങൾ ഇടത്തെ നെഞ്ചിലൊന്ന് കൈവച്ചിട്ട് ചോദിച്ചു നോക്ക്, അനുസരണം ഉണ്ടോ? എന്താ നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം? അനുസരണ കണ്ടു വളരാത്ത തലമുറയാ നമ്മുടെ മക്കള്. അനുസരണ കണ്ടു വളരില്ല. ആലോചിച്ച് നോക്ക്. ഞാൻ പഠിപ്പിച്ച ഒരു ചെക്കന് ജോലി കിട്ടി, സ്കൂളിൽ ജോലി കിട്ടി. അവനെ പഠിപ്പിച്ച് സ്കൂളിലൊക്കെ ജോലി കിട്ടി. ഒരു ദിവസം അവിചാരിതമായ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടപ്പോ അവൻ വന്ന് സൗഹൃദമൊക്കെ പുതുക്കി കൈയൊക്കെ തന്ന് സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാ? സാർ, എനിക്ക് ജോലിയൊക്കെ കിട്ടി, ഞാൻ എന്നെ സ്കൂളിലാണ്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ നിൽക്കേനി. ഞാൻ ചോദിച്ചു, എന്താ? നിങ്ങൾ പഠിപ്പിച്ച ഒന്നും ശരിയല്ല, നിങ്ങൾ കോളേജ് പഠിപ്പിച്ച സൈക്കോളജി ഒന്നും ശരിയല്ല. ഞാൻ ചോദിച്ചാൽ എന്താണ് പറ്റിയത്? നിങ്ങൾ പറഞ്ഞു തരുന്നല്ലേ ഈ കുട്ടികൾ, നിങ്ങളെന്താ വിചാരിച്ച കുട്ടികളെ കുറിച്ചുണ്ട്? നിങ്ങൾ ആ ബുക്കൊക്കെ ഒന്ന് മാറ്റി പുതിയ ബുക്കാക്കി പഠിപ്പിക്കണം കേട്ടോ, അവൻ്റെ വക ഒരു ഉപദേശം. ഞാൻ ചോദിച്ചു, എന്താടാ പറ്റിയത്? നിങ്ങൾ നോക്കണേ, 4ാം ക്ലാസ്സിൽ അറബി എടുക്കുന്ന മാഷാവന് 4ാം ക്ലാസ്സിൽ സ്കൂൾ പഠിപ്പിക്കുന്നത്. അവൻ എന്നോട് പറയാം, ഒരു ദിവസം ഞാൻ ക്ലാസ് കയറിയപ്പോൾ ചോക്ക് മറന്നുപോയി, ചോക്ക് എടുക്കാൻ മറന്നുപോയി. സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുക? ചോക്ക് എടുക്കാൻ മറന്ന നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാ. മുമ്പ് ഇരിക്കുന്ന ഒരു ചെക്കനെ വിളിച്ച് മാഷ് പറയടാ ഇവിടെ വാ, ഒരു ചോക്ക് തുറന്ന ഒരൊറ്റ പാച്ചില്ല. മദ്രസയിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വടി എടുത്തോണ്ടിരടാ പറഞ്ഞാൽ നല്ല വടിയൊക്കെ എടുത്തോണ്ട് വരും, അവിടെ അമ്മക്ക് തന്നെ കിട്ടും. എന്നാലും നമ്മൾ വടി എടുത്തോണ്ട് വരും. അതായിരുന്നു അന്നത്തെ അനുസരണ ആണല്ലോ. നല്ല പേരക്കന്റെ കൊമ്പ് നോക്കിയാ പോകുമ്പോ അടിയിടുന്ന കുട്ടികളൊക്കെ പറയും, വലിയ വടി എടുക്കണ്ടോ, എന്നാലും നമ്മൾ കേൾക്കാതെ പോകും അല്ലേ. അത്രയും അനുസരണ ഉണ്ട്. നമ്മളെ തല്ലാനുള്ള വടി നമ്മൾ തന്നെ എടുത്തു കൊടുക്കും, എന്നാലും മാഷ് പറഞ്ഞാൽ കേൾക്കും. ഈ ചെക്കൻ എന്ത് ചെയ്തു? ഞാൻ പഠിപ്പിച്ച ചെറുക്കൻ 4ാം ക്ലാസ് കയറി. യോ ചെക്കന്മാരാ, ആധുനിക തലമുറ അല്ലേ, ന്യൂജൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സ് പ്രായമുള്ള ചെക്കന്മാരെടുത്ത് കയറിയിട്ട് ഇവന് എന്തോ എഴുതാൻ വേണ്ടി തിരിഞ്ഞപ്പോ ചോക്ക് എടുക്കാൻ മറന്നുപോയി. ഉടൻ മുന്നിലിരിക്കുന്ന ചെറുക്കനെ വിളിച്ചിട്ട് ഇവൻ പറഞ്ഞു, ഇവിടെ വാ. അപ്പൊ ആ ചെക്കൻ ഓടി വന്നു, എന്താ? ഒരു ചോക്ക് എടുത്തുണ്ടെന്നാ, ഞാൻ മറന്നുപോയി. ആ ചെറുക്കൻ മാഷ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി അയാളോട് പറഞ്ഞു, ഇങ്ങ കണ്ടെടുത്താ പോരെ, എന്നോട് ഇങ്ങനെ പറയാൻ നിൽക്കണോ? 4ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ പറയാ. എന്നിട്ട് അവൻ അവിടെ തന്നെ പോയിരുന്നു. അവൻ പറയാ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തെറ്റിൻ്റെ അടുത്താ, ഞാൻ ചോക്കെടുക്കണമായിരുന്നു, ഞാൻ തന്നെ ചെന്ന് ചോക്കെടുത്ത് ഞാൻ തന്നെ തന്ന് എഴുതി. എന്തൊരു അനുസരണ കുട്ടിക്ക് അല്ലേ. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള ഉപ്പമാർ, ഒരു കുട്ടി അവൻ കാണുന്നതാണ് അവൻ പഠിക്കുക എന്ന് ഞാനും നിങ്ങളുമൊക്കെ അറിയണം. അവൻ കാണുന്നത് അവൻ പഠിക്കാം. അനുസരണയില്ലാത്ത ഒരു തലമുറയെ വളർത്താൻ കഴിയില്ല. ലോകത്തേത് ജീവിയെയും നിങ്ങൾക്ക് വളർത്താം. പുലിയെ വളർത്തുന്നവരുണ്ട്, സിംഹത്തെ വളർത്തുന്നവരുണ്ട്. ദുബായിലൊക്കെ പോയി നോക്കിയാൽ സിംഹത്തിനെ വളർത്തുന്ന ആൾക്കാരുണ്ട്, കോഴിയെ വളർത്തുന്നവർ, ആടിനെ വളർത്തുന്നവർ. എന്തിനേറെ, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ 100ഓളം ആനകളുണ്ട്, ആനയെ വളർത്തുന്നുണ്ട്. അങ്ങനെ കടിക്കുന്ന, ചവിട്ടിക്കൊല്ലുന്ന ഹിംസ്ര ജന്തുക്കളായ ആളുകൾ ഉപദ്രവിക്കുന്ന ജീവികളെ പോലും മനുഷ്യൻ വളർത്തുന്നുണ്ട്. ഇന്ത്യയിൽ വളർത്താൻ പറ്റൂല, ഇവിടെ നിയമവിരുദ്ധാണ്. അതുകൊണ്ട് സിംഹത്തിനൊന്നും വളർത്താൻ പറ്റൂല. എല്ലാ ജീവികളെയും ലോകത്തെമ്പാടും പല മനുഷ്യരും വളർത്തുന്നുണ്ട് ഇല്ലേ. പക്ഷേ ഏത് ജീവിയെയും മനുഷ്യന് വളർത്താം. ഗുരുവായൂർ ദേവസ്വത്തിന് ആനകളെ ഇനിയും വളർത്താം. ഒറ്റ കണ്ടീഷൻ എന്താ? ആ വളർത്തുന്ന ജീവിക്ക് ഡാഷ് ഉണ്ടായിരിക്കണം. എന്താ ഉണ്ടാവേണ്ടത്? അനുസരണ. അല്ലാതെ എങ്ങനെ വളർത്തുക? ആനനെ വളർത്തുകയാണ്. ഇടത്താന് ആന വലത്തോട്ട് പോവാണ്, വലത്താണ് ആന മുന്നോട്ട് പോവാണ്, ഇരിക്കാന് ആന നിൽക്കാണ്. എങ്ങനെയാണ് വളർത്തുക? അനുസരണയില്ലാത്തൊരു ജീവിയെ കൂടെ വളർത്താൻ കഴിയില്ല. ഒരു ജീവിയെയും. എൻ്റെ വാപ്പാന്റെ അടുത്ത് 10 കോഴികളുണ്ട്, 10 കോഴികൾ. ആലോചിച്ച് നോക്ക്. 9 കോഴിയും മഗ്‌രിബ് ബാങ്ക് കൊടുത്ത കൂട്ട് കയറും. 9 കോഴി, ഒരു കോഴി പുറപ്പുറത്ത് കയറും. പിറ്റേ ദിവസവും വാപ്പ പോയി നോക്കിയപ്പോൾ 9 കോഴി കൂട്ടില്, ഒരു കോഴി പുറപ്പുറത്ത്. വാപ്പ ഒരു ഓലക്കൊടിയൊക്കെ എടുത്ത് ആട്ടി പായിപ്പിച്ച് അതിനെ കൂട്ടിക്കയറ്റി. 3-ാമത്തെ ദിവസം കോഴി പുറപ്പുറത്ത്. എൻ്റെ വാപ്പാക്ക് 9 കോഴിയെ പോറ്റാൻ കഴിയും, 10-ാമത്തെ കോഴിയെ പോറ്റാൻ കഴിയില്ല. ആ കോഴിക്ക് അനുസരണയില്ല. 100 ആടുകളുണ്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ. 99 ആടും അയാൾ വിളിക്കുമ്പം അയാളെ കൂടെ യാത്രയാകുന്നു. ഒരാട് മാത്രം തിരിഞ്ഞു നടക്കുന്നുവെങ്കിൽ ഒരാടിനെ പോറ്റാൻ കഴിയില്ല മനുഷ്യന്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്,
ഒരു മുസ്ലിമിനോട് ഏറ്റവും കൂടുതൽ ദീൻ ആവശ്യപ്പെടുന്നത് അവൻ അനുസരണയുള്ളവനാവണം എന്ന. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതിനോട് നിങ്ങൾ അനുസരണയുള്ളവനാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുന്നവനാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞു, നമ്മൾ നിസ്കരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അനുസരണ എന്നത് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ മുഖമുദ്രയാണ് എന്ന ബോധമുണ്ടാവണം. ആ അനുസരണയില്ലാത്ത ഒരു ഭാര്യയെ ഒരു ഭർത്താവിന് നോക്കാൻ കഴിയില്ല. അനുസരണയില്ലാത്ത ഒരു ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് കൂടെ കൊണ്ട് നടത്താൻ കഴിയില്ല. അനുസരണയില്ലാത്ത മക്കളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, എത്ര സൗകര്യമുള്ള വീടിനകത്ത് സ്നേഹം വിളമ്പിക്കൊടുത്ത് വളർത്തിയാലും അനുസരണയില്ലാത്ത മക്കൾ ബാധ്യതയായി മാറും. നിങ്ങൾക്ക് അനുസരണയില്ലാത്ത ഒരു മനുഷ്യനെ, ഒരു പൗരനെ രാജ്യത്തിന് സഹിക്കാൻ കഴിയില്ല. രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവനെ പൗരൻ എന്ന് പറയും. സാധാരണ അങ്ങനെ പറയും. അമിത്ഷാന്റെ ഡെഫിനീഷനിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. സാധാരണ ഡെഫിനീഷനിൽ എങ്ങനെയാ? ആരാണോ രാജ്യത്തിന്റെ നിയമങ്ങൾ, രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിയമങ്ങൾ, രണ്ട് കാര്യ. ഒന്നെന്താ? അവകാശങ്ങൾ. രണ്ടാമത്തത് എന്താ? കടമകൾ. ആരാ പൗരൻ? അവകാശങ്ങളും കടമകളും അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുന്നവൻ പൗരൻ. അപ്പൊ എല്ലാ നിലക്ക് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, മനുഷ്യൻ എന്ന ജീവി മുന്നോട്ട് പോകണമെങ്കിൽ അവന്റെ വ്യക്തിത്വത്തിൽ അനുസരണശീലമുള്ളവനാവണം. ബാപ്പാനെ അനുസരിക്കുന്ന മക്കൾ, ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ, ഭാര്യയെ അനുസരിക്കുന്ന ഭർത്താവ്. അതെന്താ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അതെന്താ? ഭാര്യനെ അനുസരിക്കുന്ന ഭർത്താവ് എന്നത് മോശം കാര്യമൊന്നുമല്ല. അല്ല, മോശം കാര്യമായിട്ട് നിങ്ങളത് കണക്കാക്കരുത്. കണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരണ കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം എന്ന ബോധമുണ്ടാവണം. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് അവിടെയാ. എല്ലാം കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നിർത്തണം. ഇനി എന്താ മൂന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിന്റെ പേരാണ് സഹനം. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാന സാധനമാണ് സഹനം. എന്തിനാ നോമ്പ്? നമ്മൾ സഹനം പഠിക്കാൻ. കണ്ടോ? ഓരോന്നും ഇങ്ങനെയാ. അല്പം സഹിക്കാൻ പഠിക്കാൻ, സഹനം പഠിക്കാൻ. ആ വാക്കിനെ ഒന്നുകൂടി വിസ്തൃതമാക്കിയാൽ ഒരു നല്ല വാക്ക് കിട്ടും. ആ വാക്കിന്റെ പേരാണ് സഹിഷ്ണുത എന്നത്. അതിന്റെ ഇംഗ്ലീഷാണ് ടോളറൻസ് എന്ന വാക്ക്. സഹിഷ്ണുത എന്ന വാക്ക്. എന്താ സഹിഷ്ണുത? നമുക്കിഷ്ടമില്ലെങ്കിൽ പോലും കൂടെ ജീവിക്കുന്നവന്റെ സ്വഭാവത്തെ സഹിക്കുക എന്നതാണ് സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം. ഒന്നുകൂടി ഞാൻ പറയാം. എനിക്കിഷ്ടമില്ലെങ്കിൽ പോലും എൻ്റെ അമ്മയുടെ ചില ചെയ്തികളെ അല്പം സഹന സ്വഭാവത്തോടു കൂടി ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് സഹിഷ്ണുതയുള്ള മനുഷ്യനായിട്ട് നമ്മൾ മാറും. എൻ്റെ ഭാര്യയുടെ എല്ലാം എനിക്കിഷ്ടമല്ല, എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ സ്വഭാവവും എനിക്കിഷ്ടമല്ല, അയാളുടെ ചില കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല എങ്കിലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിനെ കൂടി ഉൾക്കൊള്ളുവാനുള്ള വിശാല മനസ്സിനെ സഹിഷ്ണുത എന്ന വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് അസഹിഷ്ണുത. ഇന്ത്യ മഹാരാജ്യം പൗരത്വ ബില്ലിന് മുന്നേ ചർച്ച ചെയ്ത വാക്കാണത്. ഇൻടോളറൻസ്, അസഹിഷ്ണുത. കണ്ടോ? ആര് പറയും? കൽബുർഗി കൊല്ലപ്പെട്ടത് അങ്ങനെയാ. അയാൾ പറയുന്ന ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ മനുഷ്യനെ കൊന്നൊടുക്കാണ്. അങ്ങനെയാണ് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത്. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നത് എങ്ങനെയാ? ഗൗരി ലങ്കേഷിന്റെ ആദർശം അത് ഇസ്ലാമിക ആദർശത്തോട് അടുത്തു നിൽക്കുന്നില്ല എങ്കിൽ പോലും, ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന ആദർശമാണെങ്കിൽ പോലും ആദർശത്തെ കൃത്യമായി ആദർശം കൊണ്ട് നേരിടാനുള്ള ആശയ സമ്പുഷ്ടത ഇസ്ലാമിനുണ്ടതുകൊണ്ട് മുസ്ലിങ്ങളാരും അവരെ കൊല്ലാൻ പോയിട്ടില്ല. കണ്ടോ? അങ്ങനെ ഒരാളെ കൊന്നൊടുക്കാതെ അയാൾ ആശയം കൊണ്ട് നേരിടുക എന്നതാ. പക്ഷെ നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ചെയ്തത് എന്താ? അസഹിഷ്ണുതയുള്ളവരായി ആളുകളെ കൊല്ലാൻ തുടങ്ങുകയാണ്. ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്ത അസഹിഷ്ണുത. അപ്പൊ എന്താ സഹിഷ്ണുത എന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുകയാണ് ഞാൻ. തൊട്ടടുത്ത അമ്പലത്തിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്, മുട്ട് കേൾക്കുന്നുണ്ട്. അമ്പലത്തിലെ ആളുകൾ ആരാധന നടത്തുന്നുണ്ട്. എനിക്ക് ആരാധനയോട് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ആ ആരാധനയെ സഹിഷ്ണുതയോടെ നേരിടുക, അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ ലക്ഷണം. ആ ആരാധന എനിക്കിഷ്ടമല്ല, ആ ആരാധന എനിക്ക്
സ്വീകരിക്കാൻ കഴിയില്ല, അതിലേക്ക് പോവാനും കഴിയില്ല. കാരണം അത് മറ്റു ദൈവങ്ങളെ തേടലാണ്. എങ്കിൽ പോലും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ അതിനെ കൂടി സഹിക്കാനുള്ള ഒരു മാനസിക ശേഷി ഉണ്ടാക്കുമ്പോഴാണ് അവന് സഹിഷ്ണുതയുള്ളവനാകുന്നത്. അപ്പോൾ മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ കാര്യം എന്താ? അതിന്റെ പേരാണ് സഹിഷ്ണുത എന്നത്. എല്ലാറ്റിനെയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ പോലും നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവിനും ഭാര്യക്കും മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ അല്പമൊന്ന് ഒതുങ്ങിക്കൊടുക്കുന്നതിനെ നമുക്ക് സഹിഷ്ണുത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. അപ്പൊ ഞാൻ വളരെ ചുരുക്കിയ കാര്യങ്ങൾ പറഞ്ഞു, വളരെ ചുരുക്കിയ ഈ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ഈ പാഠങ്ങളെ ഒന്ന് ഉൾച്ചേർക്കാൻ ശ്രമിച്ചു നോക്കുമ്പോഴാണ് നമ്മളൊക്കെ ഒരു മുസ്ലിമായി മാറുക. അപ്പൊ ഞാൻ ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഇനിയോ മനുഷ്യൻ എന്ന മഹാജീവിക്ക് റബ്ബ് സുബ്ഹാനഹു തആല തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമുണ്ട്. അനുഗ്രഹത്തിന്റെ പേരെന്താ നിങ്ങൾക്ക്? ചിരിക്കുക. ലോകത്തെ സകല പിണക്കങ്ങളും ഒരു പുഞ്ചിരിയിൽ അലിഞ്ഞു പോകും. ഒരു പുഞ്ചിരിയിൽ എല്ലാറ്റിനും ഉത്തരം പറയരുത്. എല്ലാറ്റിനും എനിക്ക് പുതിയ തലമുറയിലെ കുട്ടികളോട് പറയാനുള്ള സാധനത, എല്ലാറ്റിനും ഉത്തരം പറയരുത്. ഇന്ന് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ അറിയോ? ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം എല്ലാത്തിനും ഒരു ഉത്തരം പറയുന്നുള്ളതാണ്. എന്താണ് അവിടെ ഞാൻ പിന്നെ ഇവിടെ കണ്ടി, എന്താ മോനെ വർത്താനം, എന്ത് വർത്താനം, ഇങ്ങനെ ഉത്തരം പറയുള്ളൂ. കോളേജിലും അങ്ങനെയാ. ഒരു കാര്യം ചോദിച്ചാൽ നീ എന്താ ക്ലാസ്സിൽ നേരം വൈകി, ബസ് നേരം വൈകി, എല്ലാത്തിനും അവർക്ക് ഉത്തരണ്ട്. ഈ അടുത്ത് എന്നെ കാണാൻ വരികയാണ് ഒരു പെണ്ണ്. അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആരോടാ ആദ്യം സംസാരിക്കണ്ടേ? ഉടനെ അമ്മായിമ്മ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ മരുമകളോട് സംസാരിക്കും. അങ്ങനെ മരുമകൾ എൻ്റെ മുമ്പിൽ കയറുകയാണ്. ഞാൻ ചോദിച്ചു എന്താ മോളെ പ്രശ്നം? ഈ മരുമകൾ ഇരട്ടക്കുട്ടികളുടെ ഉമ്മയാണ്, 2 കുട്ടികളുണ്ട്. അപ്പോ ഈ പെണ്ണ് ഇത്തിരി ന്യൂ ജെൻ പെണ്ണ. ഓക്ക് ഞാൻ പറയണത് ഇരട്ടക്കുട്ടികളല്ല, മുരട്ടക്കുട്ടികളാ. 2 കുട്ടികളും ഒരു മൊബൈൽ ഫോണും ഉണ്ട്. ഇത് 3-നോളം ഒരേ മര്യാദ നോക്കണേ. ഫോണ് കയ്യിൽ നിന്ന് നിലത്തേക്കൂല, ഇടക്കിടക്ക് കൈമ അങ്ങനെ നോക്കും. അപ്പൊ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? 2 കുട്ടികൾ, ഇരട്ടക്കുട്ടികളാണല്ലോ. അപ്പൊ ഈ 2 കുട്ടികളും കൂടി അടി കൂടും. ഇരട്ടക്കുട്ടികളാ, 2 വയസ്സായിട്ടുള്ളൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കും, അടി കൂടും. അടി കൂടുമ്പോ ചിലപ്പോൾ ഈ പെണ്ണ് കാണൂല, കാരണം അവള് മൊബൈലിൽ എന്തെങ്കിലും നോക്കി ടൈപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ കുട്ടികൾ അടി കൂടുക. അപ്പൊ ഇവള് പെട്ടെന്ന് നോക്കുമ്പോ അടിയാ. അപ്പൊ ഇവൾ എന്ത് ചെയ്യുന്നവരോ, എളുപ്പപ്പണി എന്താ, ഒരൊറ്റ അടി എടുക്കും, പോയിട്ട് 2 ആൾക്ക് ഓരോന്നിട്ട് കൊടുക്കും. ഇത് അമ്മായിമ്മ കാണും. 10-60 വയസ്സ് പ്രായമുള്ള അമ്മായിമ്മക്ക് ഇങ്ങനെ എല്ലാ കുട്ടികളെ പോറ്റലെന്ന് അറിയാം. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ആ പെണ്ണിന് ഡിഗ്രി ഉണ്ട്, BEd ഉണ്ട്, PG ഉണ്ട്, എല്ലാ കിണപ്പുണ്ട്. പക്ഷെ അമ്മായിമ്മക്ക് ഇതൊന്നുമില്ല. ഒരു കാര്യം മാത്രമുണ്ട്, ഇങ്ങനെ എല്ലാ കുട്ടികളെ പോറ്റലെന്ന് അതിനറിയാം. ഉടനെ ഉമ്മ വന്നിട്ട് ഈ പെണ്ണിനോട് ചോദിക്കും എന്തിനാ പോലെ തല്ലി? അപ്പൊ ഈ പെണ്ണ് ഒരു മറുപടി, എന്താ മറുപടി? ഞാൻ കുട്ടികളിങ്ങനെ കച്ചറ കളിച്ചപ്പോഴല്ലേ ഞാൻ തല്ലിയത്, അതിന് തല്ലല, പിന്നെ അതിനെന്താക്കല? അപ്പൊ ഈ ഫോണിൽ കളിച്ച് എന്നിട്ടല്ലോ കച്ചറുണ്ടാക്കി, ഞാൻ എപ്പോഴാ ഫോണ് നോക്കി, ഇങ്ങനെ എല്ലാത്തിനും മറുപടിയാ. അവസാനം എവിടെ ചെന്ന് അവസാനിച്ചു എന്നറിയങ്ങള്? ഈ പെണ്ണിനോട് പറഞ്ഞു നീ നോക്കിയാ നിന്റെ കുട്ടികൾ ഇങ്ങനെ തന്നെ ആവുക എന്ന് ഉമ്മ പറഞ്ഞപ്പോ ഈ പെണ്ണിന്റെ മറുപടിയാ, ഇന്നാള് നിങ്ങൾ നോക്കുമ്പോഴല്ലേ എന്റെ കുട്ടികൾ വെള്ളത്തിൽ കളിച്ച്, ബാത്റൂമിൽ പോയി വെള്ളത്തിൽ കളിച്ച് നിങ്ങൾ നോക്കുമ്പോഴല്ലേ, അപ്പൊ നിങ്ങൾക്ക് നോക്കാറില്ല. ആരാ പറഞ്ഞ്? മരുമകൾ അമ്മായിമ്മനോട്. അവരുടെ അമ്മായിമ്മ ഒരു തീരുമാനം എടുത്തു, ഇനി ഓളെ കുട്ടികളെ ഞാൻ നോക്കൂല. പിന്നെ അവിടെ പ്രശ്നമായി, ആകെ പ്രശ്നമായിട്ട് ഇരിക്കാൻ. ഈ പെണ്ണ് എന്നോട് പറയാണ്, ഞാൻ പറഞ്ഞ് അമ്മായിമ്മ പറഞ്ഞ്, ഞാൻ പറഞ്ഞ് അമ്മായിമ്മ പറഞ്ഞ്, ഞാൻ പറഞ്ഞ് അപ്പം ഉമ്മ പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞ് അപ്പം ഉമ്മ പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞ് അപ്പം ഉമ്മ. ഇത് തീരണ്ടേ? അരമണിക്കൂർ ഞാൻ ഇരുന്ന് കേട്ട് അവസാനം എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് ഉമ്മ പറഞ്ഞല്ലോ, ഈ വെച്ചോന്ന് എനിക്ക് വേണ്ടടി, ഈ വെച്ചോന്ന് എനിക്ക് വേണ്ടടി എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് പറഞ്ഞോലോ എന്നാ ഇത് നണ്ടടി. ആരോടാ? ഉമ്മനോട്. അപ്പൊ ഞാൻ ചോദിച്ചു എടി വിളിച്ചത് തെറ്റല്ലേ? എന്നെ എടി വിളിച്ചിട്ടല്ലേ? നമുക്ക് വിദ്യാഭ്യാസമുള്ളൊരു തലമുറ പറയണത്. അപ്പൊ അടുത്ത കാര്യം എന്താ? അതപ്പൊ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യം കണ്ടോ. എല്ലാത്തിനും ഇങ്ങനെ ഉത്തരം പറയാൻ നിന്നാല് അതൊരു പ്രശ്നം തന്നെയാണ്, ഒരു പ്രശ്നം തന്നെയാണ്. അവിടെയാണ് അല്പം സഹിഷ്ണുതയോടുകൂടി നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. ഇനി അടുത്തതെന്താ? 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ തീർക്കാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചിരിക്കുക. ചില ചോദ്യങ്ങൾക്കൊരു പുഞ്ചിരി മതി കൂട്ടരെ ഉത്തരം.
ഒരു പുഞ്ചിരി മതി ഉത്തരം. ആ പുഞ്ചിരിയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ ചില ചോദ്യങ്ങളുടെ ഉത്തരം. അമ്മായിയമ്മ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഒരു പുഞ്ചിരി മതി. മരുമകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരി മതി. ഭർത്താവിനെ ഒരു പുഞ്ചിരിയോടെ നേരിടാം. മനുഷ്യനെന്ന മഹാജീവിക്ക് മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന കഴിവാണ് ചിരിക്കുക എന്ന് പറഞ്ഞാൽ. ലോകത്തൊരു ജീവിയും ചിരിക്കൂല. പട്ടിക്ക് വല്ലതും കൊടുത്താൽ അത് തിരിഞ്ഞു നിന്നിട്ട് വാലാട്ടും, ചിരിക്കൂല. പട്ടി ഇങ്ങനെ ചിരിച്ചിട്ട് വാങ്ങൂല. നിങ്ങളോ മനുഷ്യനോ അവർ ചെന്നാണ് ചിരി. അതുകൊണ്ട് പുഞ്ചിരിക്കുന്ന വ്യക്തിത്വമായി മാറണം. കയറി വരുന്ന ഭർത്താവിന്റെ ഉപ്പയെ, വീട്ടിൽ കയറി വരുന്നവരെ ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറേണ്ടതുണ്ട് എന്ന ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇങ്ങനെ ചില സ്വഭാവവിശേഷങ്ങളെ വ്യക്തി ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരു ഇസ്ലാമിൻ്റെ വ്യക്തിത്വമായി മാറുക എന്ന് ഓർക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമസ്കരിക്കേണ്ടതുണ്ട്, കുറച്ച് ദൂരേക്ക് അങ്ങ് പോവേണ്ടതുണ്ട്, ഒന്നു എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നിസ്കാരത്തിന് മുമ്പായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ടാവണം. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? അതെന്താണെന്നറിയോ? തികഞ്ഞ വിശ്വാസം. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്ന് തികഞ്ഞ വിശ്വാസം. സകലതും റബ്ബിൽ നിന്നാണെന്നും സകലതും റബ്ബറിഞ്ഞ് മാത്രമേ നടക്കുള്ളൂ എന്നുള്ള വിശ്വാസം എത്ര ആക്കുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഓരോ ആൾക്കാർ വന്നുകൊണ്ട് അങ്ങോട്ട് പോണ്ടില്ലേനി, അങ്ങനെ ആയിട്ട് അങ്ങനെ ആയത്, അങ്ങനെ ഒന്നുമല്ല. റബ്ബ് തീരുമാനിച്ചപ്പം അത് നടന്നു എന്ന വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം. എന്തും ഒരു രോഗം വരുമ്പോൾ അതിന് വിശ്വാസത്തോടെ എതിരേൽക്കാൻ കഴിയുമ്പോഴേ ഒരു മനുഷ്യൻ മുസ്ലിമിന്റെ വ്യക്തിത്വമായി മാറുള്ളൂ. ഞാൻ ഒരു കാര്യം ചുരുക്കി ഒരു സ്ഥലത്ത് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോവാണ്. അങ്ങനെ പോയപ്പോ ഒരു പ്രസംഗം, ഒരു ഉദ്ഘാടനമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ പ്രവർത്തകരായ ആളുകൾ, നമ്മുടെ പരിപാടിയല്ല അത്, പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പരിപാടിയാണ്. അപ്പൊ അതിലല്പം സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയതാ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. അവരൊക്കെ കൂടി വന്നിട്ട് സാർ അങ്ങനെ എങ്ങനെ എൻ്റെ കൂടെ അങ്ങ് പുറത്തേക്ക് വന്നു. ഞാനിങ്ങനെ പോകുമ്പോൾ ചോദിച്ചു, എത്ര ആൾക്കാരുണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ, ഇവിടെ എന്താ സ്ഥിതി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരുവിധം എല്ലാവരും ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ യൂണിറ്റിലെ ഇത്രയും ആൾക്കാരിൽ എല്ലാവരും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്. കട്ടിലിൽ കിടക്കുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്, വീൽ ചെയറിലുള്ളവരുണ്ട്, താങ്ങി പിടിച്ചിരുത്തിയവരുണ്ട്, എല്ലാവരും ഓഡിറ്റോറിയത്തിലുണ്ട്. അവരുടെ സംഗമമാണെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കുടുംബം മാത്രമാണ് സാറേ വരാത്തത്, ഒരു കുടുംബം മാത്രമാണ് വരാത്തത്. ഞാൻ ചോദിച്ചു, അതേതാ കുടുംബം? ഇവിടെ എത്താത്ത കുടുംബം? അത് കിടപ്പിലാണ്, അയാൾ തളർന്ന് കിടപ്പില്ല, വർഷങ്ങളായി കിടപ്പിലാണ്, അവർ മാത്രം വന്നില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ എന്താ വരാത്തത്? അപ്പോൾ നമ്മുടെ പ്രവർത്തകരായ ആൾക്കാർ പറഞ്ഞു, അവർ വരൂല സാറേ. ഞാൻ ചോദിച്ചു, അതെന്താ? അവർ ക്ഷണിച്ചപ്പം അവർ സംഘാടകരോട് ചോദിച്ചു, അവിടെ പാട്ടുണ്ടോ? ഉണ്ട്. ഡാൻസ് ഉണ്ടോ? ഉണ്ട്. ഏതോ കോളേജ് കുട്ടികൾ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പരിപാടി ഏറ്റെടുത്ത് അവരുടെ സിനിമാറ്റിക് ഡാൻസും നൃത്തങ്ങളും അവരുടെ നാടകവും പാട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ട്. അപ്പൊ ആ തളർന്ന് കിടക്കുന്ന ആളുടെ ഭാര്യ ചോദിച്ചു, ഇതൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്നാ ഞങ്ങളില്ല, ഞങ്ങളെ കൂടുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു, സാർക്ക് അവരെ കാണണോ? അങ്ങനെ എൻ്റെ ആ വണ്ടി രണ്ടാൾക്കാർ കയറി. ഒരു ബൈക്കിൽ ഒരാൾ മുന്നിൽ പോയി ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു ഓടിട്ട വീട്ടിൽ ചെന്ന് ആ യാത്ര അവസാനിക്കാണ്. ആകെ ചളി പിടിച്ച് കിടക്കുന്ന വീടിന്റെ കൊലായിൽ കയറി അകത്തേക്ക് നോക്കുമ്പോൾ ആ വീട്ടിലിങ്ങനെ മനുഷ്യൻ കിടക്കുക. നേർത്തുപോയ കയ്യും കാലുമൊക്കെ വിരലുപോലെ നേർത്തുപോയ ഒരു മനുഷ്യൻ. അയാള് ആ പെണ്ണിനെ കല്യാണം കഴിച്ചത് ആ പെണ്ണിന് 17 വയസ്സുള്ളപ്പോഴായിരുന്നു അത്രേ. അന്ന് അയാൾക്ക് പ്രായം 22 വയസ്സായിരുന്നു അത്രേ. 22കാരൻ മനുഷ്യൻ 17കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് 18ാമത്തെ വയസ്സിൽ പ്രഗ്നന്റായി. 19ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി പ്രസവിച്ച് ആ ചെക്കന് പ്രസവിച്ച മോന് 1 വയസ്സ് പ്രായമാകുമ്പോ കവുങ്ങുമ്മ കയറുന്ന പണിയായിരുന്നു ഈ മനുഷ്യന്, ഈ ചെക്കന്. നല്ല വിശ്വാസി, എല്ലാ ഭക്തനും പള്ളിയിൽ പോകുന്ന, നിസ്കരിക്കുന്ന,
സത്യസന്ധനായ മനുഷ്യൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് അടക്ക പറിക്കാൻ നാട്ടിലൊക്കെ ഇവന് ഭയങ്കര ഡിമാൻഡാണ്. ഇവൻ നല്ല എക്സ്പേർട്ട് കയറ്റക്കാരനാണ്. കവുങ്ങുമ്മ കയറുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഒരു കവുങ്ങുമ്മ കയറി അടുത്ത കവുങ്ങുമ്മലെ കാടുക ചെയ്യുക. നിങ്ങൾ കണ്ടണോ? ചെറിയ പുതിയ തലമുറക്കാർക്കൊക്കെ കണ്ടു പരിചയം ഉണ്ടാവില്ല. അടുത്ത കവുങ്ങുമ്മലെ ആടി പിടിക്കുക ചെയ്യുക. ആടി പിടിച്ച് ഇങ്ങനെ പറിച്ച് പോവും. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ കവുങ്ങുമ്മ കയറി. കുട്ടിക്കൊരു ഒരു വയസ്സാകുന്നേ ഉള്ളൂ. ഭാര്യയ്ക്ക് 19 വയസ്സ് പ്രായം, അയാൾക്കോ 24-25 വയസ്സ് പ്രായം. കവുങ്ങിന്റെ മുകളിൽ ഇങ്ങനെ കയറി ആടി പിടിച്ചപ്പോ ആടി പിടിച്ച കവുങ്ങിന്റെ മുകളിൽ പിടുത്തം കിട്ടിയില്ല. മറ്റേ കവുങ്ങിന് മുകളിൽ വിട്ടും ചെയ്തു. അത്രയും ഉയർത്തുന്ന ചെളിയിലേക്ക് വീഴണ മനുഷ്യൻ. ഒറ്റ വീഴ്ചയാ ചെളിയിലേക്ക്. ചോര പൊടിഞ്ഞതില്ല, തല പൊട്ടിയില്ല, ചെളിയിലാ വീണത്. അല്ലെങ്കിൽ ചളി വീണ്ടും ഉറച്ചുപോയി. എല്ലാവരും കൂടി ഓടി വന്ന് പൊക്കിയെടുത്തപ്പോൾ ഒരു ചോരപ്പാട് പോലും ആ മനുഷ്യന്റെ മേലില്ല. പക്ഷെ അയാൾക്ക് വല്ലാത്തൊരു തരിപ്പ് ശരീരത്തിന്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഒരു തരിപ്പ്, വിടാത്ത തരിപ്പ്. ഡോക്ടർമാർ പരിശോധിച്ച് പറഞ്ഞു, നട്ടലിന് ക്ഷതമേറ്റു പോയി. ഇനി ഇയാൾ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കില്ല. അന്ന് ആ കട്ടുമ്മ കിടന്നു പോയതാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ അന്ന് മുതൽ നോക്കാണ്. 19കാരി പെണ്ണ്. ആ ചെക്കൻ ഇന്ന് 21 വയസ്സാ. അന്ന് 21 വയസ്സ് പ്രായമുള്ള ചെക്കൻ ഇന്ന് 21 വയസ്സാ. അവൻ ഗൾഫിലാ, ജോലിക്ക് പറഞ്ഞാ നാട്ടുകാര്. ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ 21 കൊല്ലമായി ഇതേ കിടപ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ ഇരുന്ന് ആ മനുഷ്യന്റെ മലവും മൂത്രവും ഒക്കെ കൃത്യമായി വൃത്തിയാക്കി വാട്ടർ ബെഡിൽ കിടക്കുന്ന, എയർ ബെഡിൽ കിടക്കുന്ന ആ മനുഷ്യനെ പരിചരിക്കുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിനോട് അതിൻ്റെ അകത്തേക്ക് കയറി ഞാൻ ചോദിച്ചു എന്തത്രയും കാലമായിട്ട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പം ആ മനുഷ്യൻ പറയണം, അവളോട് ഞാൻ അന്നേ പറഞ്ഞതാ, എന്നെ വിട്ടേക്ക്, എന്നിട്ട് നീ ഒരു കല്യാണം കഴിക്ക്, നീ ജീവിച്ചോ. ആ പെണ്ണിന്റെ ആങ്ങളമാര് പറഞ്ഞു, ഉമ്മയും ബാപ്പയും പറഞ്ഞു, നാട്ടുകാരും കുടുംബക്കാരും പറഞ്ഞു, മോളെ ഇവന്റെ കൂടെ നിൽക്കല്ലേ, നീ പോയി ജീവിക്ക്, നീ ഒരു ചെറുപ്പക്കാരത്തി പെൺകുട്ടിയല്ലേ. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കൂ, ഞങ്ങൾക്ക് ഈ വീട് സൗകര്യമൊക്കെ മതി, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു വീട് തരും. ആ മനുഷ്യനെ നോക്കണവള് എത്ര കാലായി എന്നറിയോ? ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു ലൈംഗികതയും പ്രതീക്ഷയില്ലാതെ, ഒന്ന് തലോടാൻ പോലും കഴിയാത്ത, പൊങ്ങാത്ത കൈകളുള്ള ഒരു മനുഷ്യനെ കൃത്യമായി പരിപാലിക്കുന്ന, വിശ്വാസം മുറുകെ പിടിച്ചൊരു പെണ്ണ്. ആ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞ എന്താ അറിയോ? ഓരോ ശ്വാസത്തിലും ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പെണ്ണിന് വേണ്ടിയാ. എന്റെ ഭാര്യക്ക് പഠിച്ചോനെ നീ സ്വർഗം കൊടുക്കണേ. ഈ മനുഷ്യന്റെ പ്രാർത്ഥനയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ 25 വർഷം ഈ ലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ 21 കൊല്ലം ഒരു കട്ടിലിൽ കിടന്നുവെങ്കിൽ അയാളെ സകല പാപം പഠിച്ചോ പുറത്തെടുത്തുണ്ടാവും. സകല പാപം പുറത്തെടുത്തുണ്ടാവും. അയാളെയും ആ പെണ്ണിനെയും സ്വർഗത്തിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു വീട് സ്വപ്നം കണ്ട് നിസ്കാരവും നോമ്പുമൊക്കെയായി കഴിയുന്ന ഇവരുടെ മുന്നിലേക്ക് അവർക്ക് എയർ ബെഡ് കൊടുത്ത ആ മനുഷ്യൻ ഇടക്കിടക്ക് വന്ന് പരിശോധിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവുകാരെ ഒന്ന് വിളിക്കുകയാണ്. ഓഡിറ്റോറിയത്തിൽ പരിപാടിയുണ്ട്, ഗാനമേളയുണ്ട്, നൃത്തമുണ്ട്, നിങ്ങൾക്ക് വരാം കാണാമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് അവരോട് പറഞ്ഞു, ഇല്ല, അത് കാണാൻ ഞങ്ങൾ വരൂല, സ്വർഗം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോഴാ നിങ്ങളുടെ ഗാനമേള. ചില ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ വിശ്വാസം പണയം വെച്ച് മുന്നോട്ട് പോകുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇവരുടെ മുന്നിൽ എത്രയോ ചെറുതാ. കണ്ടോ, വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന, സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന, വലിയ പ്രഭാഷകൻ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കൊണ്ടു നടക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്രയോ ചെറുതായി പോയ പോലെ ആ പെണ്ണിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവിടെയാണ് അചഞ്ചലമായ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തോടു കൂടി എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ മുന്നോട്ട് പോകണം. ആ വിശ്വാസം തന്നെയാണ് ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോഴും, സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോഴും, രോഗം വന്ന് കഷ്ടപ്പെടുത്തുമ്പോഴും ഒക്കെ വിടാതെ പിടിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ കൃത്യമായ വിശ്വാസമാണ് എന്ന ബോധമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ നിങ്ങൾക്കുണ്ടാവേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ചിലതൊക്കെ ഇനിയും പറയാനുണ്ട്, പക്ഷെ സമയം കുറവായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനിയും പ്രഭാഷണങ്ങൾ വരാനുണ്ട്. ഹാരിസ് ഇബ്നു സലീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം യാത്രയിലായിരിക്കും, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തും നമ്മുടെ കണ്ണിയനെത്തും. ഇവിടെയൊക്കെ നല്ല പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ശ്രമിക്കാനുണ്ട്. നേരത്തെ പറപ്പൂർ സാറ് പറഞ്ഞ പോലെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇവിടുന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇന്നു മുതൽ ക്ഷമയുടെ പാഠമുള്ള
ക്ഷമയുള്ള ഒരു മുസ്ലിമാണ് ഞാൻ എന്ന കൃത്യമായ ഒരു ബോധത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമുണ്ടാവണം. ഇന്നു മുതൽ ഞാൻ ഈ പറഞ്ഞു വെച്ചതെല്ലാം ഈ വിശ്വാസം ഉൾപ്പെടെ നമുക്കുണ്ടാവണം. എല്ലാം റബ്ബ് സുബ്ഹാനഹു തആല തന്നതാണെന്നും എല്ലാം അവൻ തന്നെ തിരിച്ചെടുക്കാൻ കഴിയൂ എന്നും വിശ്വാസം മുറുകെ പിടിക്കണം. ഈ ബില്ല് പാസ്സായപ്പോഴും പൗരത്വ ബില്ല് വന്നപ്പോഴും ഇതിനെതിരെയുള്ള സമരങ്ങൾ നയിക്കുമ്പോഴുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് റബ്ബെന്തോ കണ്ടിട്ടുണ്ട്. ഈ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയതും ആ റബ്ബാണ്. ഈ അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയാക്കിയതും ആ റബ്ബാണ്. റബ്ബെന്താണോ കണ്ടത്, റബ്ബെന്താണോ റബ്ബിന്റെ പ്ലാൻ, ആ പ്ലാൻ നടപ്പിലാവുക തന്നെ ചെയ്യും. അത് നമുക്ക് ഹൈറാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ റബ്ബിൻ്റെതാണ് എന്നൊരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നല്ല മുസ്ലിമിൻ്റെ വ്യക്തിത്വത്തോടു കൂടി ജീവിക്കുന്നവനാവണം. നിങ്ങളുടെ ശരീരത്തിൻ്റെ രൂപമോ വേഷമോ നിങ്ങളുടെ രൂപമോ കണ്ടിട്ടൊന്നുമല്ല ഒരു മുസ്ലിമിനെ വിലയിരുത്തേണ്ടത്, അവൻ്റെ വ്യക്തിത്വമാണ്. ഒരു പുരുഷൻ എപ്പോഴാ ഒരു മുസ്ലിം ആവാന്നറിയോ നിങ്ങൾക്ക്? അവൻ്റെ ഭാര്യ പറയണം, അവൻ്റെ ഭാര്യ ഇയാളൊരു അടിപൊളി മനുഷ്യനാണ്, നിങ്ങളെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഒരു ഭാര്യ നിങ്ങളുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായി പറയുമെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള പുരുഷന്മാരെ, നിങ്ങളാണ് ഈ ലോകത്ത് വിജയിച്ചവർ, നിങ്ങളാണ് നാളെ പരലോകത്തും എഴുന്നേറ്റ് നിൽക്കാൻ യോഗ്യർ. അല്ലെങ്കിൽ റബ്ബിൻ്റെ കോടതിയിൽ നാളെ സമാധാനം പറയേണ്ടിയിരുന്നു. നമ്മളൊക്കെ ഗൃഹനാഥന്മാരാണ്, ഭരണാധികാരികളാണ്, സമാധാനം പറയേണ്ടി വരും. അപ്പോൾ കൃത്യമായ ഒരു ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരു ഭർത്താവ് പറയാണ്, എടി നിന്നെ കിട്ടിയതിന് ശേഷമാ എൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത്, സമാധാനം ഉണ്ടായത്, സന്തോഷം ഉണ്ടായത്, നീയാണ് എൻ്റെ എല്ലാം എന്ന് ഒരു ഭാര്യൻ്റെ മുഖത്ത് നോക്കി ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞെങ്കിൽ, പ്രിയമുള്ള ഭാര്യമാരെ, നിങ്ങളാണ് ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമ എന്ന് തിരിച്ചറിയണം. മക്കൾ ഓടി വന്ന് പറയാ, എൻ്റെ ഉമ്മയാണ് ലോകത്തെ എല്ലാ ഉമ്മമാരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് മക്കൾ ഓടി വന്ന് പറയുന്ന വ്യക്തിത്വമുള്ള ഒരു ഉമ്മയായി മാറാനുള്ള മത്സരമാണ് കൂട്ടരെ ഞാനും നിങ്ങളും ഒക്കെ മത്സരിക്കേണ്ടത്. കുട്ടികൾ ഓടി വന്ന് പറയും, എൻ്റെ ബാപ്പ മതി എനിക്ക്, എൻ്റെ ബാപ്പയാണ് ലോകത്തെ ഏതിനേക്കാളും എനിക്ക് പ്രിയം എന്ന് നിങ്ങളുടെ മക്കള് ബാപ്പയെ നോക്കി പറയുമെങ്കിൽ, പ്രിയമുള്ള ബാപ്പമാരെ, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള ശ്രമങ്ങളാണ് ജീവിതം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന ബോധത്തോടെ കൃത്യമായ ഒരു മാറ്റത്തിൻ്റെ നാന്ദി കുറിക്കലാവട്ടെ എൻ്റെ ഈ സംസാരവും നിങ്ങളുടെ കേൾവിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ഈ ഒരു ക്യാമ്പിന് നേർന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല ഇതുപോലെ സ്വർഗപൂങ്കാവനത്തിൽ നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് സംസാരങ്ങൾ കേൾക്കാനും സംസാരിക്കാനും കൂടാനും ഒക്കെയുള്ള ആയുസ്സും ആഫിയത്തും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.